ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. കനത്ത മഴയിൽ ബംഗളൂരുവിലെ ബൗറിംഗ് ആശുപത്രിയുടെ മതിലിടിഞ്ഞ് 2 മലയാളികളടക്കം 7 പേർ മരിച്ചു. വൈകിട്ട് 6 മണിയോടെയാണ് ദുരന്തമുണ്ടായത്. കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോയ കുടുംബശ്രീ പ്രവർത്തകരായ സ്മിത, ലത എന്നിവരാണ് മരിച്ച മലയാളികൾ. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും സ്ഥലം സന്ദർശിച്ചു. അന്വേഷണത്തിന് ഉത്തരവിട്ടു. കൂടി നമുക്കൊന്ന് പോകാം. കർണാടകയിലെ ಬೌರಿಂಗ್ ಆಶುಪತ್ರಿയിലാണ് ಅಪಘಾತമുണ്ടായിരിക്കുന്നത്. ಸರ್ ಅವು ಒಳಗಡೆ ಪ್ರಿಮಿಸಸ್ ಒಳಗಡೆ ಆದ್ರೂ ನೀವು ಹೋಗಬಾರ್ದು ಅಂತ ಇದೆಯಾ, ನೋಡಬಾರ್ದು ಅಂತ ಇದೆಯೇ? ಕಾರ್ಪೊರೇಷನ್ ಇಂಜಿನಿಯರ್ ನೀವು ನೀವು ಬಂದ ನೀವು ಒಳಗಡೆ ಹೋಗಬಾರ್ದು ಅಂತ ನಿಮಗೆ ಮಣ್ಣು ಹಾಕ್ತಾ ಇದ್ರಲ್ಲ, ಆ ಮಣ್ಣು ಹಾಕೋದ್ರಿಂದ ಡ್ಯಾಮೇಜ್ ಆಗುತ್ತೆ ಅಂತ ಗೊತ್ತಾಗ್ಬೇಕಲ್ಲ ನಿಮಗೆ. ಇದು ಕಾರ್ಪೊರೇಷನ್ ಬಿಲ್ಡಿಂಗ್ ಅಲ್ಲ, ಹಾಸ್ಪಿಟಲ್ ಬಿಲ್ಡಿಂಗು ಇದು. ಈ ಒಂದು ಬಿಲ್ಡಿಂಗು ಬೋರಿಂಗ್ ಹಾಸ್ಪಿಟ್ಲು, ಬಹಳ ಇತಿಹಾಸ, ನೂರಾರು ವರ್ಷದ ಇತಿಹಾಸ ಇದೆ. ಸೊ ಅವರು ರೋಡ್ ಪಕ್ಕ ಪಾಪ ಅವರು ಹೊಟ್ಟೆಪಾಡಿಗೋಸ್ಕರ ಅವರು ವ್ಯಾಪಾರ ಮಾಡ್ತಿದ್ರು. ಈ ರೀತಿ ಬಿದ್ದಿದೆ. ಸೊ ಇದನ್ನೆಲ್ಲ ನಾವು ನೋಡ್ಕೋಬೇಕಾಗಿತ್ತು. ಬಿಲ್ಡಿಂಗ್ ಎಲ್ಲೆಲ್ಲಿ ರೀತಿ ವೀಕ್ ಬಿಲ್ಡಿಂಗ್ಸ್ ಇದೆ ಅಂತೇಳಿ ಬಹಳ ಜಾಗೃತಿಯಿಂದ ಇರಬೇಕು. ನಾನೆಲ್ಲ ಸರಿ ಅಂತ ನಾನು ಹೇಳುವುದಿಲ್ಲ, ನಾವು ಇದನ್ನ ಜಾಗೃತಿಯಿಂದ ನೋಡ್ಕೊಳ್ಬೇಕಾಯ್ತು. ಇದೆಲ್ಲ ಕ್ರಮದಿಂದ ಇದೇನು ನಾವು ಸಾಧ್ಯ ಮಾಡ್ಲಿಕ್ಕೆ ಆಗುದಿಲ್ಲ. ಕ್ರಮ ನೆಕ್ಸ್ಟ್ ಪಾಯಿಂಟ್. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഗോപികയും കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും ചേരുന്നുണ്ട്. ഗോപികയിലേക്ക് പോകുമ്പോൾ, ഗോപിക, ദാരുണമായൊരു വാർത്തയാണ് കർണാടകയിൽ നിന്ന് പുറത്തു വരുന്നത്. അവിടെ 7 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു. അതിൽ 2 പേർ മലയാളികളാണ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ഇപ്പോഴും രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുകയാണോ? പ്രേക്ഷകരുടെ ഉള്ളിലേക്കുന്ന ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂരിലെ ശിവാജി നഗറിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ബൗറിംഗ് ആൻഡ് ലേഡി കേഴ്സൺ ആശുപത്രിയുടെ മതിലിടിഞ്ഞിട്ടാണ് 7 പേരടക്കം മരിച്ചിരിക്കുന്നത്. മരിച്ചവരിൽ 3 കുട്ടികളുമുണ്ട് എന്നുള്ള ദാരുണമായ വാർത്തയാണ് ഇപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. കനത്ത മഴയും കാറ്റുമാണ് ഈ ഒരു അപകടത്തിന് പിന്നിൽ ഉണ്ടായിട്ടുള്ളത്. 2 മണിക്കൂർ നീണ്ടുനിന്ന പേമാരിയിൽ ബാംഗ്ലൂരിന്റെ പല ഭാഗങ്ങളിലും വെള്ളത്തിനടിയിലായിരുന്നു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. 8 അടി ഉയരമുള്ള ചുറ്റുമതിലാണ് തകർന്നു വീണിട്ടുള്ളത്. അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മരിച്ചവരിൽ 2 മലയാളികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഇവർ എറണാകുളം സ്വദേശികളാണെന്നാണ് പറയുന്നത്. 7 പേര് മരിച്ചതായും 7 പേർക്ക് പരിക്കേറ്റതായിട്ടും ശിവാജി നഗർ MLA റിസ്വാൻ അർഷാദും വ്യക്തമാക്കിയിട്ടുണ്ട്. അനുശ്രീ, നവമി ദിനേശ് കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. നവമി, 2 പേർ മലയാളികളാണ്, എറണാകുളത്ത് നിന്നുള്ളവരാണ് മരിച്ചത്. എറണാകുളത്ത് എവിടെ നിന്നുള്ള ആളുകളാണിവർ എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, വേദനയോടുകൂടി തന്നെ നമുക്ക് പറയേണ്ടി വരും, 2 മലയാളികൾ കൂടി ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴയിലെ അമൃതം പൊടി ഉണ്ടാക്കുന്ന യൂണിറ്റിലെ അംഗങ്ങളാണ് മരിച്ചിരിക്കുന്നത്. ഇവർ പർച്ചേസിന് വേണ്ടി ശിവാജി നഗറിൽ വന്നതാണ്. ഇവരൊരു വിനോദയാത്രയുടെ ഭാഗമായിട്ടാണ് ബംഗളൂരുവിൽ എത്തിയത്. അതിൽ ഈ ശിവാജി നഗറിൽ എത്തിയത് പർച്ചേസിന്റെ ഭാഗമായിട്ടാണ്. ഇവർക്ക് മേലാണ് ഈ ടർപോളിൻ ഷീറ്റ് ഇതിന്റെ കീഴിലായിരുന്നു ഇവർ നിന്നത്. ആ സമയത്താണ് ഈ മതിലിടിഞ്ഞ് ഇവരുടെ ദേഹത്തേക്ക് വീഴുകയും മരിച്ചവരുടെ കൂട്ടത്തിൽ ഇവർ 2 പേരും ഉൾപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. സ്മിത രഘു, കീഴുമുറി തെക്കേ ഇറമ്പിൽ മൂവാറ്റുപുഴ സ്വദേശിയായ സ്മിത രഘു, അതോടൊപ്പം തന്നെ മനക്കക്കുടിയിൽ രാമമംഗലം സ്വദേശി മനക്കക്കുടിയിൽ ലത എന്നീ 2 പേരാണ് മരിച്ചിരിക്കുന്നത്. പരിക്കേറ്റവരുമുണ്ട്. ഇക്കൂട്ടത്തിൽ രാമമംഗലം സ്വദേശികളായ പ്രീതി, 51 വയസ്സ്, സിജി, മായ എന്നിവരാണ് പരിക്കേറ്റത്. അങ്ങനെ 5 പേര് അടങ്ങുന്ന ഇതിൽ എത്ര പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെ വിശദമായി നമുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ അറിയാൻ സാധിക്കുന്നത്. 56 പേരടങ്ങുന്ന ഒരു സംഘം ആളുകളായിരുന്നു മൂവാറ്റുപുഴയിലെ അമൃതം പൊടി നിർമ്മിക്കുന്ന യൂണിറ്റിലെ 56 പേരടങ്ങുന്ന സംഘമാണ് വിനോദയാത്രയ്ക്ക് പോയത്. ആ സമയത്ത് തന്നെയാണ്
അവിടെ അപകടം ഉണ്ടാകുകയും ഈ ശിവാജി നഗറിൽ പർച്ചേസിന് വന്നതായിരുന്നു ഈ സംഘം. അതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുകയും 2 പേർ മരിക്കുകയും ചെയ്തത്. എന്തായാലും മരിച്ചവരുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി തുടങ്ങുന്നതേ ഉള്ളൂ. അല്പസമയം മുമ്പാണ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായത്. എന്തായാലും അനുശ്രീ, ഇത്തരത്തിൽ തുടരെയുള്ള അപകടങ്ങൾ, അതിന് പിന്നാലെ അതിൽ മലയാളികൾ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. ഇതിപ്പോൾ മരിച്ചിരിക്കുന്നത് രാമമംഗലം സ്വദേശികളായ ലത, സ്മിത എന്നിവരാണ്. 3 സ്ത്രീകൾക്ക് പരിക്കേറ്റു. 56 പേരടങ്ങുന്ന സംഘമാണ് മൂവാറ്റുപുഴയിൽ നിന്നും വിനോദയാത്രയ്ക്കായി ബംഗളൂരുവിലേക്ക് പോയത്. കനത്ത മഴയാണ്. ഈ മതിലിനോട് ചേർന്നുള്ള ടാർപോളിൻ ഷീറ്റിന് കീഴിൽ നിന്നവർക്കാണ് അപകടം സംഭവിച്ചത്. ഈ അപകടത്തിലാണ് മരണവും സംഭവിച്ചിരിക്കുന്നത്. അതിൽ 2 മലയാളികളുണ്ട് എന്ന് പറയുമ്പോൾ ഏറെ വേദനിപ്പിക്കുന്ന കാര്യം. ഈ 56 പേരടങ്ങുന്ന ഈ സംഘം വിനോദയാത്രയ്ക്കായാണ് ബംഗളൂരുവിലേക്ക് പോയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരെങ്ങനെയാണ് ആ ആശുപത്രി പരിസരത്ത് എത്തിച്ചേർന്നത് എന്നതിൽ എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, നമുക്ക് അതിൽ കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. ഈ ശിവാജി നഗറിലെ പർച്ചേസിംഗിന് വേണ്ടിയിട്ടാണ് ഈ സംഘം എത്തിയതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അമൃതം പൊടി നിർമ്മിക്കുന്ന യൂണിറ്റിലെ 56 പേരടങ്ങുന്ന സംഘമാണിവർ. ഇതിൽ ഈ ശിവാജി നഗറിലെത്തി അതിന് സമീപത്താണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുകയും 2 പേര് മരിക്കുകയും ചെയ്തത്. സ്മിത, ലത എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി തുടങ്ങുന്നതേ ഉള്ളൂ. അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടായത്. അപകടത്തിൽ 2 മലയാളികൾ ഉണ്ടായിരുന്നു എന്ന് മരിച്ചവരിൽ 2 മലയാളികൾ ഉണ്ട് എന്ന വാർത്തയും അല്പസമയം മുൻപാണ് വന്നത്. എന്തായാലും നമുക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകാൻ. 3 പേർക്ക്, ഈ സംഘത്തിലുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത്. നവമി, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ബലക്ഷയം സംഭവിച്ച മതിലാണോ ഇടിഞ്ഞു വീണത്? അധികൃതരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചു എന്ന് നേരത്തെ ഗോപിക വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് ചോദിക്കുകയാണ്, ബലക്ഷയം സംഭവിച്ചിരുന്ന മതിൽ ആയിരുന്നു ഇടിഞ്ഞു വീണത്. ഇത് എന്തുകൊണ്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളത് അവിടെ ഒരു വലിയ ചോദ്യമായി ഉയർന്നു വരികയല്ലേ ഇപ്പോൾ? അനുശ്രീ, എന്തായാലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ഈ ബലക്ഷയം സംഭവിച്ച മതിലിനാണ് ഇടിഞ്ഞു വീണ അപകടം സംഭവിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശക്തമായ മഴയാണ്. മഴയിലും കാറ്റിലും ഈ മതിൽ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമായിരുന്നു. എന്തുകൊണ്ടാണ് അധികൃതർ ഇത് ശ്രദ്ധിക്കാതെ പോയത്, ആരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്നൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. എന്തായാലും മുഖ്യമന്ത്രി അടക്കം അവിടെ എത്തി ഈ പരിക്കേറ്റവരെ സന്ദർശിച്ചിട്ടുണ്ട്. അവർക്ക് ധനസഹായം അടക്കം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ, എന്തുകൊണ്ട് ഇങ്ങനെ അപകടം സംഭവിച്ചു, എന്തുകൊണ്ട് ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല, ഇക്കാര്യങ്ങളിലെല്ലാം നമുക്ക് അല്പസമയം മുമ്പ് ഉള്ളിൽ തന്നെ ഒരു വ്യക്തത വരാനാകും. പ്രാഥമികമായി വിവരം ലഭിക്കുന്നതനുസരിച്ച് 7 പേർ മരിച്ചിരിക്കുന്നു. അതിൽ 2 മലയാളികൾ. അവർ എറണാകുളം മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള സ്മിത, ലത എന്നിവരാണ്. 56 പേരടങ്ങുന്ന ഒരു സംഘം, ഈ മൂവാറ്റുപുഴയിലെ അമൃതം പൊടി യൂണിറ്റിലെ 56 പേരടങ്ങുന്ന സംഘം വിനോദയാത്രയ്ക്ക് പോയതായിരുന്നു. അവിടെ ഈ പറയുന്ന സംഭവ സ്ഥലത്തിന് സമീപത്ത് അവരൊരു പർച്ചേസിങ്ങിന് പോയതാണ്. ആ സമയത്താണ് മഴ കാരണം ഈ മതിലിന് ചേർന്നുള്ള ഒരു ടാർപോളിൻ ഷീറ്റിന്റെ അടുത്തേക്ക് വരികയും സംഭവ സമയത്ത് ഈ ശക്തമായ മഴയിലും കാറ്റിലും മതിലിടിഞ്ഞ് ഇവരുടെ ദേഹത്തേക്ക് വീഴുകയും അതിൽ മരിച്ച 7 പേരുടെ കൂട്ടത്തിൽ 2 മലയാളികളുമുണ്ട് എന്ന ഏറെ വേദനിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അനുശ്രീ, നമുക്ക് ഉടനെ തന്നെ ഇതിന്റെ കൂടുതൽ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകും. എന്താണ് ബാക്കിയുള്ളവരുടെ സ്ഥിതി, പരിക്കേറ്റവരുടെ നിലവിലത്തെ സ്ഥിതി, ഇവരെവിടെ നിന്നാണ് എന്നീ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത അല്പസമയത്തിനുള്ളിൽ മനസ്സിലാകും. എന്തായാലും ഇപ്പോൾ ഈ ബലക്ഷയം സംഭവിച്ച ഒരു മതിലാണ് ഇടിഞ്ഞു വീണതെന്നാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ സാധിക്കുന്നത്. ശരി, ബംഗളൂരുവിലാണ് ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. അവിടെ ബൗറിംഗ് ആശുപത്രിയുടെ മതിൽ ഇടിഞ്ഞു വീണ് 7 പേർ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അവരിൽ 2 മലയാളികളുമുണ്ട്. എറണാകുളം സ്വദേശികളാണിവർ. എറണാകുളം രാമമംഗലം സ്വദേശികളായ ലത, സ്മിത എന്നിവരാണ് മരിച്ചവരിൽ 3 കുട്ടികളുമുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. കനത്ത മഴ പെയ്തപ്പോൾ മതിലിനോട് ചേർന്നുള്ള ടാർപോളിൻ ഷീറ്റിന് അടിയിൽ മഴ നനയാതിരിക്കാൻ കയറി നിന്നതായിരുന്നു ഈ സംഘം. 56 പേരടങ്ങുന്ന സംഘമാണ് വിനോദയാത്രയ്ക്കായി ബംഗളൂരുവിലേക്ക് പോയത്. ഈ അപകടത്തിൽ 2 മലയാളികൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടെ രക്ഷാപ്രവർത്തനമൊക്കെ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രിയും അടക്കം സ്ഥലം സന്ദർശിച്ച അന്വേഷണത്തിനായുള്ള പ്രഖ്യാപനമൊക്കെ നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ ലഭിക്കും.